ഇന്നത്തെ തലമുറയുടെ ഒരു അക്സെപ്റ്റൻസും കൂടി സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം കൂടി കാണിക്കുകയാണ്. നായകനിലേക്ക് വരുമ്പോൾ ഷൈൻ ടോം ചാക്കോ, അദ്ദേഹത്തിനെ കുറിച്ച് താങ്കൾക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമാമോഹമായിട്ട് നടന്ന സമയത്ത് തന്നെ കമൽ സാറിന് ഏകദേശം അടുത്തുള്ള വീടുകളായിരുന്നു താമസിച്ചിരുന്നത്. അത് ഒരുപാട് നാളിന് ശേഷം ആഗ്രഹം പറഞ്ഞപ്പോൾ വന്നോളൂ എൻ്റെ സിനിമയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി അദ്ദേഹം വന്നു. ഗദ്ദാമയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എഫേർട്ടിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. കീനായിട്ട് അത്രയും ഒബ്സർവ് ചെയ്ത് ആ മരുഭൂമിയിൽ പോയി ടാൻ ഇട്ട് വന്നു നിൽക്കുക. എന്താണ് ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടറാണെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പോൾ അവനതാണ് അവൻ്റെ ഫീൽഡിൽ അവൻ മാക്സിമം ക്യാമറയുടെ മുമ്പിൽ സിനിമ സെറ്റുകളിൽ ഒക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഷൈനെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നു, അനാവശ്യമായിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് ചെയ്യുന്നു, ഗോഷ്ടി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ അവനെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അവൻ്റെ ഒരു എന്താ പറയുക, അവന് മൈലേജ് കിട്ടാൻ വേണ്ടി അവൻ ചെയ്യുന്നതായിരിക്കും. ഓരോരുത്തരും മൈലേജ് കിട്ടാൻ വേണ്ടി ഓരോ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആക്ടറിനെ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് സാറിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് ഷൈൻ ചേട്ടൻ കണ്ടാൽ നാളെ പ്രശ്നമായിരിക്കും മേ ബി. അല്ല, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ഇപ്പോൾ ഞാനും ഷൈനും കൂടി ചേർന്നിട്ട് ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് 3-4 ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. അപ്പോൾ അതിലെങ്ങനെയാണ് ഷൈൻ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്, എങ്ങനെയാണ് അത് വാച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇൻ്റർവ്യൂവിലെ പോലെ തന്നെയാണ് അദ്ദേഹം സെറ്റിലും. അല്ല, സെറ്റിലെന്ന് പറഞ്ഞാൽ വേറൊരു ഷൈനാണ്, അതിന് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇൻ്റർവ്യൂവിലായാലും ശരി മറ്റ് സോഷ്യൽ മീഡിയ ഇടപെടലിലൊക്കെ മറ്റൊരു ഷൈനാണ്. അത് ഷോ ഓഫ് ആയിരിക്കാം, കാരണം അത് അവരുടെ ഇമേജിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അതൊരു ആക്ടർക്ക് അതിലെല്ലാ ഫ്രീഡവും ഉണ്ട്. അവരുടെ താരമൂല്യത്തിന് വേണ്ടി പല രീതിയിൽ അവർ ശ്രമിക്കും, അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ സിനിമയിൽ വരുമ്പോൾ, സെറ്റിൽ വരുമ്പോൾ നമ്മളുടെ ക്യാരക്ടറാവാൻ ശ്രമിക്കുക. നമ്മുടെ സെറ്റിൽ എങ്ങനെയാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ആക്ടറെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ആ കാര്യത്തിൽ ഷൈൻ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു. കംപ്ലീറ്റ് 100% ഓക്കെയാണ്. ഞാൻ മാത്രമല്ല, ഷൈനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള മിക്കവാറും ഡയറക്ടർമാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഷൈൻ സെറ്റിൽ വളരെ ഡിസിപ്ലിൻഡാണ്, വളരെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. സമയത്തിന് ഷൂട്ടിങ്ങിന് വരികയും സീനിലൊക്കെ അവൻ്റേതായ കോൺട്രിബ്യൂഷൻ പെർഫോമൻസിലൊക്കെ അവൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരാൾ തന്നെയാണ്. അതെ, ഈ ചോദ്യം ചോദിക്കുന്ന എനിക്ക് പോലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് നേരിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്, എങ്കിൽ പോലും കുറച്ച് അടുത്തറിയാവുന്നത് താങ്കൾക്കായിരിക്കാം, അതുകൊണ്ടായിരുന്നു. അപ്പോൾ സെറ്റിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളൊന്നുമല്ല ഷൈൻ ചേട്ടൻ. ഷൈൻ ടോം ചാക്കോ വിവേകാനന്ദൻ വൈറലാണ്. ആ ഒരു മൂവിയിൽ ഒപ്പമുള്ള ക്രൂവിനെ കൂടി പറ്റി സാർ ഒന്ന് പറഞ്ഞു. എൻ്റെ സിനിമയിൽ ക്യാമറാമാൻ പ്രകാശ് വേലായുധൻ എന്ന് പറഞ്ഞിട്ട്, പ്രകാശ് വേലായുധൻ, അദ്ദേഹം കുറേ സിനിമകൾ മലയാളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മെക്സിക്കൻ അപാരത പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്, ആഡൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ നല്ല രീതിയിൽ എന്നായിട്ട് വളരെ സിങ്കായിട്ടുള്ളൊരു ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വർക്കാണ് ഈ സിനിമയിൽ. യങ്സ്റ്ററാണ്, അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ സിനിമ കണ്ടിട്ടുണ്ടല്ലേ, ആഡ്സ് ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫി. എഡിറ്റർ രഞ്ജൻ എബ്രഹാമാണ്. അദ്ദേഹം വളരെ പൈനിയറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു എഡിറ്ററാണ്. പിന്നെ മ്യൂസിക് ബിജിബാലാണ്. ബിജിബാലും ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കമൽ സാറിൻ്റെ മൂവീസിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് മ്യൂസിക്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ബിജിബാൽ ആണ് ഇതിൻ്റെ സോങ്സ് ചെയ്തിരിക്കുന്നത്, RR ചെയ്തിരിക്കുന്നത് ബിജിബാലാണ്. ലിറിക്സ് ഹരിനാരായണനാണ്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് 2 പേരുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഗോകുൽദാസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ് സമീറ സനീഷാണ്. മേക്കപ്പ് പാണ്ഡ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യകാലം സിനിമകളിൽ ഒരുപാട് സിനിമകൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പല ജനറേഷനും മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ എല്ലാവരും ടെക്നീഷ്യൻ, അതായത് ന്യൂ ജനറേഷൻ ടെക്നീഷ്യൻസും പഴയ ആൾക്കാരും കൂടി ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു രീതിയിലാണ് ക്രൂ ഉള്ളത്. ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഷൈൻ മാത്രമല്ല, ഗ്രേസ് ആൻ്റണി, സ്വാസിക, മെറീന, ജോണി ആൻ്റണി, മലപാർവതി, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നത്. ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്.